യാത്രകളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? യാത്രകൾ മനുഷ്യൻ്റെ ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് യാത്രകൾ ചെയ്യാനുള്ളൊരു അടിസ്ഥാന വികാരം. മനുഷ്യൻ പണ്ട് സഞ്ചാരിയായിരുന്നല്ലോ. നമ്മൾ ഈ പരിണാമത്തിൻ്റെ പാതയിൽ ഇങ്ങനെ വന്ന് കുടുംബം വീടൊക്കെ ആയിട്ട് സെറ്റായിരുന്നെങ്കിലും സഞ്ചാരത്തിലൂടെയാണ് മനുഷ്യൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ചത്. അതിൻ്റെ ഒരു ആ ത്രെഡ്, അതിൻ്റെ ആ ഒരു അംശം നമ്മളെ തലച്ചോറിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ യാത്ര ചെയ്താൽ നമ്മളിങ്ങനെ വീക്കാവുന്നു എന്ന് തോന്നിയാൽ, ഇപ്പോൾ ഒരുപാട് വർക്കൊക്കെ എടുത്ത് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു വൺ ഡേ നിൽക്കും, മിനിമം ഒരു വൺ ഡേ നിൽക്കുന്ന വലിയ യാത്ര നമ്മൾ ഡ്രൈവ് ചെയ്ത്, ഈ ഡ്രൈവിൽ നമ്മൾ സാധാരണ ബസ്സിലൊക്കെ ഒരു യാത്ര ചെയ്ത് അലസമായിട്ട് യാത്ര ചെയ്ത് വന്നാൽ നമ്മൾ ഫുള്ളി റീചാർജ് കിട്ടും. അല്ലേ സാറേ? അങ്ങനല്ലേ? യെസ്. നമുക്ക് ഈ നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ ജീവിച്ച് അല്ലേ? അതെ. പിന്നെ ഒരു മാസത്തേക്ക് നമ്മൾ ഫുള്ളി റീചാർജ്ഡാ. പിന്നെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴല്ലേ അപ്പോൾ വീണ്ടും റീചാർജ് ചെയ്യണം. ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഊട്ടി പോവുക, എല്ലാവരും പറഞ്ഞ ഊട്ടി മൈസൂർ, അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അടുത്തുള്ള നിങ്ങളെ ചാത്തല്ലൂരൊക്കെ എത്ര നല്ല സ്ഥലങ്ങളല്ലേ. അപ്പോൾ നമ്മളെ വീടിന്റെ പരിസരത്തിലൂടെ തന്നെ ഇങ്ങനെ നടക്കാം. അതെ. ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടും. അത് പോയിട്ടില്ല കേട്ടോ. അതന്നെ യാത്ര ശരിക്കും നമ്മളിൽ ഉള്ളതാണ്. ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ് നിങ്ങൾ പറയുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പം വല്ലാത്തൊരു ആസ്വാദനാണിത് അല്ലേ? പിന്നീട് ഓർക്കുമ്പോൾ രസമാണ്. ഒരു പക്ഷേ ഇന്നിപ്പം നമ്മൾ യാത്ര ചെയ്ത് നമ്മളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിട്ടില്ല. നമ്മളിന്ന് ഒരുപാട് മനുഷ്യരിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തത് അല്ലേ? എൻ്റെ മുൻകാലത്തെ കുറേ ഫ്രണ്ട്സിനെ കാണാനിട വന്നു. ആ സെൻറ് മേരീസ് കോളേജിൽ ഞാൻ പോയി. മാഷൊക്കെ ഇന്ന് ഫുള്ള് തിരക്കായിരുന്നു. നമ്മളെ സുഹൃത്തുക്കൾ എല്ലാം കൂടി. എങ്കിലും അതും ഒരു യാത്ര. മനുഷ്യരെ കാണാൻ പോകുന്നതും ഒരു വിനോദയാത്ര പോലെയാണ്. മനുഷ്യർ നമ്മളടുത്ത സുഹൃത്തുക്കളെ വെറുതെ കണ്ട് വിസിറ്റ് ചെയ്യുക, അവരോട് സംസാരിക്കുക, തിരിച്ചു പോരുക. നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട അവരുടെ അടുത്ത്. നമ്മൾ വെറുതെ ഡ്രൈവ് ചെയ്ത് ചെല്ലുന്നവരോട് സംസാരിക്കും. ഞാനിപ്പോൾ എൻ്റെ 35 വർഷം മുമ്പുള്ള ഫ്രണ്ട്സിനെയാണെന്ന് കണ്ടത്. നമ്മൾ ഏത് സുഹൃത്തിനെ കാണാൻ നമ്മൾ സാറേ, ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ സാർ പറയണം, നമ്മൾ ഒരുപാട് പ്രഡിക്ഷനായിട്ട് പോകരുത്. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പോകാം. നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെ കാണുന്നു, നമ്മളെ സൗഹൃദം പുതുക്കുന്നു, തിരിച്ചു പോരുന്നു. ആ യാത്ര, ആ ഒരു സംഗതി മാത്രമേ പിന്നെ ഓർമ്മകൾ അയവിറക്കുന്നു. ഒരുപാട് ഞാൻ സെൻറ് മേരീസ് കോളേജ് വിസിറ്റ് ചെയ്തു. ചുമ്മാ നമ്മൾ സെൻറ് മേരീസ് കോളേജ് പോകണം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ വണ്ടി നേരെ മുന്നോട്ട് പോയി പിന്നെ തിരിച്ചു പോരുക ചെയ്തത്. പക്ഷെ ഇന്നിപ്പം സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ പോയപ്പോഴുള്ള ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു. സെൻറ് മേരീസ് സന്ദർശിച്ചത് ഒരു പക്ഷേ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുന്നതിനേക്കാളും സൗന്ദര്യം. എന്തായാലും യാത്രകളെ പ്രണയിക്കുന്ന ഒരു മാഷാണ് സാബു മാഷ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ തന്നെ ഒരുപാട് യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. യാത്രയെ പ്രണയിക്കുന്ന ആളാണ് ഖലീൽ സാർ. അതെ. ഞാൻ കൊച്ചു യാത്രകളെയും ഖലീൽ സാർ ഒരുപാട് കാര്യങ്ങളുണ്ട് പുള്ളിയെടുത്ത്. കാരണം യാത്ര മാത്രമല്ല, നമ്മൾ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ളതും നമ്മൾ തലച്ചോറിനെ സന്തോഷിപ്പിക്കാനുള്ളതും ഹൃദയത്തിനെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് സാറിന് പറയാനുണ്ട്. സാറിൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിരന്തരം കാണുക. അതിൽ കുറേ കാര്യങ്ങൾ തമാശയിലൂടെയും കളികളിലൂടെയൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനും ജീവിതം വളരെ എക്സ്പ്ലോറായിട്ട് എന്താ പറയുക, വളരെ ചില്ലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ ടിപ്സുകളും സാർ ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോകണം. പഴഞ്ചൊല്ല് പോലെയാണ് സാറിൻ്റെ എല്ലാ വീഡിയോസും. പഴഞ്ചൊല്ല് അർത്ഥഗർഭമാണെന്ന് പറയുമല്ലോ. ഓരോ വീഡിയോസിലും നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് കണ്ട് മനസ്സിലാക്കി നമ്മളത് മനനം ചെയ്ത് നമ്മളുടേതായ രീതിയിലൊക്കെ എടുത്ത് മുന്നോട്ട് പോയാൽ വളരെ നമുക്ക് രസാവഹമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. എന്തിനാണ് മസിൽ പിടിച്ചിരിക്കുന്നത്? വളരെ എൻജോയ് ചെയ്യൂ, ആസ്വദിച്ച് ജീവിക്കൂ. അല്ലേ? ഞാൻ പറഞ്ഞില്ലേ? അതെ, കറക്റ്റ്. ഓക്കെ, നമ്മൾ യാത്ര തുടരുകയാണ്. അതെ. ഇനി നമ്മൾ മറ്റൊരു വിനോദ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വീട് അതും ഒരു വിനോദ കേന്ദ്രമാണ്. പ്രിയതമയെ കാണുക, കുട്ടികളെ കാണുക, ഇതും വലിയ എല്ലാം വിനോദയാത്ര. വിനോദം ഇല്ലല്ലോ. ജോലി സ്ഥലത്ത് പോകുന്നതും ഒരു വിനോദയാത്രയാണ്. ഒരുപാട് മനുഷ്യരെ അനുഭവിച്ചറിയാനുള്ള അല്ലേ, അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയാനും അവർക്ക് പ്രചോദനങ്ങളുടെ സുവനീറുകൾ സമ്മാനിക്കാം. അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നത് നമ്മളൊരു മനുഷ്യന് മോട്ടിവേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയി ഒരു സുവനീർ കൊടുക്കുമ്പോഴാണ് അല്ലേ? അതെ, ഒരാൾക്കൊരു മോട്ടിവേഷൻ കൊടുത്ത് അയാൾക്ക് ജീവിതത്തിനോടൊരു സ്നേഹം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതെ. കാരണം സർവ്വം നഷ്ടപ്പെട്ടിരിക്കുന്നവനെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു കാര്യം ഇല്ല. ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റേ ഇയാൾ പറഞ്ഞ പോലെ, ബെന്യാമിൻ പറഞ്ഞ പോലെ, നമ്മൾ അനുഭവിക്കാത്ത കഥകളൊക്കെ നമുക്ക് വെറും കെട്ടുകഥകളാവും. അനുഭവിച്ചവർക്ക് ആ സമയത്തൊരു കൈത്താങ്ങ് കിട്ടുക, അവരങ്ങനെ വലിച്ച് കരയിലേക്ക് കയറ്റിയിടുക എന്ന് പറഞ്ഞാൽ
അത് മതി, പിന്നെ അവൻ ജീവിച്ചോളൂ. നമ്മൾ അങ്ങനെ ഒരു കൈത്താങ്ങാവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു വെള്ളത്തിൽ വീണ് കിടക്കുന്നവനെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയിട്ട് പോടാ എന്ന് പറയാൻ ആർക്കും പറ്റും. വലിച്ച് കയറ്റിയിടാനാണ് കഴിവ് വേണ്ടത്, അതിനാണൊരു നന്മ വേണ്ടത്, അല്ലേ? കറക്റ്റ്.